ഞാൻ നോവലിന് പേരിട്ടിട്ടുണ്ട്, ഗസറ്റഡ് യക്ഷി, നീയാണ് എൻ്റെ കഥയിലെ നായകൻ എന്ന് ശ്രീനിവാസനോട് പറയും. അപ്പം ഞാനോ നായകൻ, എൻ്റെ നായകൻ നീയാണ്, ഈ നായകന് സൗന്ദര്യത്തിൻ്റെ ആവശ്യമില്ല, നായികയായിട്ട് അഭിനയിച്ചത് നന്ദിനിയാണ്. അപ്പം ഞാൻ ഇവരെ മാറ്റേണ്ടി വരുമോയെന്ന് വരെ ഭയപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു എക്സ്പ്രഷൻസ് ഒക്കെയാണ് ഈ നന്ദിനിയുടെ മുഖത്ത് നിന്ന് ആദ്യം വന്നുകൊണ്ടിരുന്നത്. ഈ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ലാലൊരു കുടച്ചിലുണ്ടായിരുന്നു, എന്നിട്ട് താഴെ വീണ്. ഈ താഴെ വീണതും ആ കുടച്ചിലും കണ്ടുകഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ചിരിച്ചു പെട്ടെന്ന്. കട്ട് ചെയ്തിട്ട് ലാലു പറയാം, എന്താ കട്ട് പറയാഞ്ഞെന്ന് ചോദിച്ചു. മാക്സി എടുത്തിട്ട് കിടന്ന് ഉറങ്ങുന്നു. ലാല് വെള്ളം അടിച്ചിട്ട് ഏത് ഡ്രസ്സ് ഇട്ടാണെന്ന് ലാലിന് ഓർമ്മയില്ല. ഡാൻസേഴ്സ് ബാക്കിൽ നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസിന് വന്നാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ പറയും, വീട്ടിൽ പോയെന്ന് ലാല് പറയുന്നത്. അപ്പം സെറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു അത്. അങ്ങനെ ലാല് കൈ വെച്ചിട്ട് ഷാഡോയിൽ ഇങ്ങനെ കൈ കൊണ്ട് മാനിനെ ഉണ്ടാക്കിയിട്ട് ലാല് പിന്നെ ആ പാട്ടിൽ മുഴുവൻ ചെയ്യുന്നത് ആ പാട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമസ്കാരം, എൻ്റെ സിനിമാ വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. മോഹൻലാൽ കോളിംഗ് ബെല്ല് അടിക്കുന്ന ഒരു സീനുണ്ട് അതിൽ. ഈ തഹസിൽദാരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് കോളിംഗ് ബെല്ല് അടിച്ച് ആദ്യം ശ്രീനിവാസനെ കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് ചെന്നിട്ട് വീട് മാറിയിട്ട് ചെന്നിട്ട് അടിക്കുന്നതാണ്. മറ്റേ നന്ദിനിയുടെ ക്യാരക്ടറിൻ്റെ വീടാണ്. അവിടെ ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ഈ ഷോക്ക് അടിക്കും. അപ്പോൾ നമ്മൾ പടം തുടങ്ങുമ്പോൾ തന്നെ ശ്രീനിവാസൻ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ശ്രീനിവാസൻ ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ശ്രീനിവാസൻ ഷോക്ക് അടിച്ച് വീഴുന്നത് ആദ്യം കാണിക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ശ്രീനിവാസൻ ഷൂട്ട് ചെയ്തത് ഇത് പറഞ്ഞ ഒരു മോണിറ്റർ ഇല്ലാത്തതുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല മോഹൻലാൽ. അപ്പോൾ ശ്രീനി പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ശ്രീനി ഏകദേശം ഒന്നും ഇങ്ങനെ കാണിച്ചു കൊടുത്തില്ല ലാലിന്. അപ്പോൾ ലാലു പറഞ്ഞു, ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു റിഹേഴ്സൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലാലു പറഞ്ഞു, റിഹേഴ്സൽ വേണ്ട, നമുക്ക് ടേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് റിഹേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റില്ല, നമുക്ക് ടേക്ക് എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ഓക്കെ ടേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ആക്ഷൻ പറഞ്ഞു. ലാല് നടന്നു വന്നു. ഈ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ലാലൊരു കുടച്ചിലുണ്ടായിരുന്നു, എന്നിട്ട് താഴെ വീണ്. ഈ താഴെ വീണതും ആ കുടച്ചിലും കണ്ടുകഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ചിരിച്ചു പെട്ടെന്ന്. ഞാൻ ചിരിച്ചു. തൊട്ടടുത്ത് നിന്ന് ക്യാമറാമാൻ ഞാൻ നോക്കുമ്പോണ്ട് ഇതിൽ കൂടി നോക്കിയിട്ട് വ്യൂ പോയിൻറ്റിൽ നോക്കിയിട്ട് സുഖവും ചിരിക്കുക. കാരണം നമ്മളങ്ങ് ഇൻസ്റ്റൻ്റായിട്ട് ചിരിച്ചു പോയി. ചിരിക്കണ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ സമയത്തിൽ കട്ട് പറഞ്ഞില്ല. ശരിക്കും അവിടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കട്ട് പറയാത്തതുകൊണ്ട് ഒരു ആക്ടറെ സംബന്ധിച്ചോളം അതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചോളം ഞങ്ങൾ ലാൽ ഉദ്ദേശിച്ചിരുന്നത് താഴെ വീണെടുത്ത് തീരുമെന്നാണ് ഞാൻ കട്ട് പറയുന്നതാണ്. പക്ഷേ ആക്ടറെ സംബന്ധിച്ചോളം കട്ട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അഭിനയിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണല്ലോ. ഡയറക്ടർ കട്ട് പറയണവർ. ആ കിടന്ന് ഒരു സെക്കൻഡ് അങ്ങനെ അങ്ങ് കിടന്നിട്ട് പിന്നെ ലാലിൻ്റെ വീണ്ടും സെക്കൻഡ് ഒരു കുടച്ചിലുണ്ട്. ആ കുടച്ചിൽ അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കട്ട് പറയാൻ, ഞാൻ കുറേ നേരം കട്ട് പറയാണ്ട് അങ്ങനെ വെച്ചിട്ടാണ് ഇവരെ കട്ട് ചെയ്തത്. കട്ട് ചെയ്തിട്ട് ലാലു പറയാം, എന്താ കട്ട് പറയാഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെയ്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ പറ്റും, പിന്നെ എങ്ങനെ കട്ട് പറയുമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ ആ സിനിമയിൽ ലാല് താഴെ വീണിട്ട് പിന്നെയും ആ രണ്ടാമതുള്ള കുടച്ചിൽ അങ്ങനെ തന്നെ വെച്ചു എന്നുള്ളതാണ്. അത് തിയേറ്ററിൽ ഭയങ്കരമായ ചിരി ഉണ്ടാക്കി എന്നുള്ളതാണ്. ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. സിനിമ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞ് ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നും അത് ഓർത്തിരിക്കുന്നതാണ്. പല ആൾക്കാരും എന്നോട് പറയാറുള്ളതാണ്. ഞാൻ തന്നെ അത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട്. പിന്നെ ഈ ലാലിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ അഴിഞ്ഞാടാന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഒന്ന് ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടറുണ്ട്. ഇന്നസെൻറ്റും മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടർ. ഈ പൈങ്കിളി നോവലിസ്റ്റിനെ കൊണ്ട് നോവൽ എഴുതിക്കാൻ വേണ്ടി നടക്കുന്ന വാരികയുടെ ഉടമസ്ഥൻ്റെ ക്യാരക്ടർ ശ്രീനിവാസൻ ചെയ്ത ക്യാരക്ടർ ഓഫ് കോഴ്സ്. കാരണം അങ്ങനത്തെ ഒരു രീതിയാണല്ലോ. പിന്നെ ഓരോ ക്യാരക്ടറിൻ്റെയും ഈ പറയുന്ന ഒരു സവിശേഷത അതിൽ എടുത്തു പറയേണ്ടതാണ്. ഞാൻ ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞു. ഒരു ചെറിയ ക്യാരക്ടർ പറയുക പോലും അതിൽ ടി പി മാധവൻ ചെയ്തൊരു ക്യാരക്ടറുണ്ട്. ആ ടി പി നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുള്ള ഒരു സീനാണ്. ലാല് മാക്സി ഇട്ടിട്ട് ആ പെണ്ണിൻ്റെ വീട്ടിൽ കയറിയിട്ട് ഡ്രസ്സ് നോക്കിയിട്ട് കാണാണ്ടാകുമ്പോൾ മാക്സി എടുത്തിട്ടിട്ട് കിടന്ന് ഉറങ്ങുന്നു. ലാല് വെള്ളം അടിച്ചിട്ട് ഏത് ഡ്രസ്സ് ഇട്ടാണെന്ന് ലാലിന് ഓർമ്മയില്ല. ഇട്ടിട്ട് ആ പെണ്ണിൻ്റെ നന്ദിനിയുടെ ക്യാരക്ടറിൻ്റെ തഹസിൽദാർ പെണ്ണിൻ്റെ മാക്സിയാണ് അത് ഇട്ടിട്ട് കിടന്ന് അവർ വന്ന് ബഹളം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഈ പോലീസ് എസ് ഐ ആയിട്ടാണ് ടി പി മാധവൻ്റെ ക്യാരക്ടർ. ടി പി മാധവൻ വലിയ റോളൊന്നുമല്ല അതിലെങ്കിൽ പോലും ആ സീൻ ഇന്നും ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇയാൾ സാഗർ കോട്ടപ്പുറമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ ആരാധിക്കുന്ന നോവലിസ്റ്റിനെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇയാളുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് ടി പി മാധവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, നന്ദി പ്രിൻസി നന്ദി, ഞാനിത് ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നൊരു ഡയലോഗ് ഇന്നും ട്രോളായിട്ടൊക്കെ ഒരുപാട് വരുന്ന ഒരു സംഭവമാണ്. അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ പിൽക്കാലത്ത് ട്രോളാവുമെന്നോ അല്ലെങ്കിൽ ഭയങ്കര തമാശയാവുമെന്നോ നമ്മളാരും ആലോചിക്കുന്നില്ല. സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ്. പലപ്പോഴും ചെറിയ ചെറിയ ഡയലോഗ്സുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സിറ്റുവേഷൻസൊക്കെ പിൽക്കാലത്ത് വീണ്ടും ആൾക്കാർ ഓർക്കുന്നു, അത് ട്രോളായിട്ടൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം സിനിമകളുടെ ഒരു പ്രസക്തി അതും കൂടിയും വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിന് ഒരു പ്രാധാന്യം കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ഓർക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉള്ളൊരു സിനിമയാണ്. മറ്റൊന്ന്
അത് ഒരുപാട് ആ കാര്യം അന്നും പറഞ്ഞിരുന്നു, പിന്നെയും ഒക്കെ പറഞ്ഞ ഒരു സീക്വൻസാണ്. അത് ലൊക്കേഷനിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് അപ്പം തോന്നി ഞങ്ങൾ ഉണ്ടാക്കിയൊരു സംഭവമാണ്. അന്ന് നല്ല മഴ പെയ്യണം. ഞങ്ങൾ ഊട്ടിയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. സോങ് എടുക്കുകയാണ്. അതിൽ കുപ്പിവള കിലുകില കിലുങ്ങണമെന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഷൂട്ട് ചെയ്യണ സമയത്ത് മോഹൻലാലും ആ പെണ്ണും കൂടി തമ്മിലുള്ള അതിൻ്റെ ഒരു ഘട്ടത്തിൽ കുറേ പെണ്ണുങ്ങൾ ഒരു കോറസ് പരിപാടിയുണ്ട്. ആ കോറസ് ഉള്ള സമയത്ത് ഗ്രൂപ്പ് ഡാൻസ് വേണമെന്നുള്ള ഒരു ഇതിൽ ഒരു ആലോചനയൊക്കെ വന്നിട്ട്, അപ്പോൾ കല മാസ്റ്ററാണ് ഡാൻസ് മാസ്റ്ററായിട്ട്, കല വന്നപ്പോൾ കലയാണ് അതിൽ വളരെയധികം ശ്രദ്ധിച്ചാണ് മോഹൻലാൽ ഇങ്ങനെ ആ പെണ്ണിൻ്റെ നെഞ്ചത്തിടിക്കുക അല്ലെങ്കിൽ ഷോൾഡറിലിടിക്കുക, അങ്ങനെ ആ മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ച് ഇടിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ വളരെയധികം ചർച്ച ചെയ്ത ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ആ സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിലൊരു പോർഷനിൽ ഹമ്മിങ് ഒക്കെ ഉള്ളപ്പോൾ ഡാൻസേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ രാവിലെ മുതൽ ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിങ്ങനെ കാറിലും അവിടെ ഇവിടെയൊക്കെ കയറി ഇരിക്കുക, മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മഴ മാറുമ്പോൾ പെട്ടെന്ന് ഒരു ഷോട്ട് എടുക്കുക. അപ്പോൾ ഡാൻസേഴ്സിന് അന്ന് പോകണം, കലാമാസ്റ്റർക്ക് അന്ന് പോകും വേണം. അവർക്ക് നാളെ വേറെ എവിടെ കണ്ട് തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കലാമാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, സാറേ സോങ് തീരുമില്ല, ഇപ്പോൾ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനെ വിട്ട് തന്നാൽ മതിയോ ഈ ഡാൻസേഴ്സിന്. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഡാൻസ് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരാളല്ല. ഈ പ്രേമിക്കുന്ന സമയത്ത് ബാക്കിൽ ഈ പെണ്ണുങ്ങൾ ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര അരോചകമായിട്ട് പല സിനിമയിലും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. പേഴ്സണലി എൻ്റെ മിക്ക സിനിമയിലും അത് ഉണ്ടായിട്ടില്ല കേട്ടോ, വളരെ കുറവായിട്ടുണ്ടായിട്ടുള്ളൂ. ചില ആവശ്യമുള്ള സന്ദർഭത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞ്, മാസ്റ്റർ ഇനിയിപ്പോൾ 5-8 ഷോട്ടില്ലേ, നിങ്ങൾ പറയുന്നതനുസരിച്ച് നമുക്ക് ഡാൻസ് അത്രയൊക്കെ ഉണ്ടല്ലോ, അതെന്തായാലും തീരില്ല, ലൈറ്റ് പോകുമ്പോൾ. അപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞ്, എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ഈ ഡാൻസേഴ്സിനെ കളിയാക്കിയാലോ നമുക്ക് ഈ ഷോട്ടിൽ ഒരു പാട്ടങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ട്. അപ്പോൾ മോഹൻലാൽ, അപ്പോൾ കലക്ക് മനസ്സിലായില്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം എന്നുകൊണ്ട് ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് ചെന്നിട്ട്, ലാൽജി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ലാലെ ഇങ്ങനെ നമുക്ക് ചെയ്താലോ, നിങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു, ഏത് സിനിമ ആണും പെണ്ണും പ്രേമിക്കാൻ തുടങ്ങുന്നതിന് ബാക്കിൽ കുറേ പെണ്ണുങ്ങൾ വന്ന് ഡാൻസ് ചെയ്യാൻ എന്നുള്ള ഡയലോഗ് നമുക്ക് പറഞ്ഞു. അപ്പോൾ സെറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ ലാല് ചിരിച്ചു, അത് കൊള്ളാട്ടോ, നല്ല നല്ല രസമാണ്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങിപ്പോടി വീട്ടിൽ പോടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവരെല്ലാവരും അപ്രത്യക്ഷരാകുന്നു. പിന്നെ ഡാൻസ് നമുക്ക് വേണ്ടല്ലോ, പിന്നെ ഡാൻസേഴ്സും അങ്ങനെ അന്ന് ഷൂട്ടിങ് തീരുകയും ചെയ്യും. കാരണം ഒരു ഷോട്ട് അഭിനയിച്ചാൽ മതി, ഇവരെ പറഞ്ഞു വിടുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കലയോട് പറഞ്ഞപ്പോൾ കല ഇങ്ങനെ, അയ്യോ സാർ അത് ഞാൻ നിനക്കവേ ഇല്ല, എന്തുമായിട്ട് ഒരു ഐഡിയ നിനക്കവേ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെ നിങ്ങളില്ല, ഇനി ഷൂട്ടിങ്ങും ഇല്ല, കാരണം സോങ് ഇന്ന് തീർക്കാൻ വേണം, പിന്നെ ഇതാ പറ്റുള്ളൂ, ബാക്കിയുള്ള പോർഷൻസ് ചില സോങ്ങിൻ്റെ ഉണ്ട്, അത് ഞാൻ എടുത്തോളാം, അത് നിങ്ങളില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് യാദൃശ്യമായിട്ട് സംഭവിച്ചാണ്. കാരണം പാട്ട് ഡാൻസേഴ്സ് ബാക്കിൽ നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുന്നു, ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസിന് വന്നാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ പറയും, വീട്ടിൽ പോയി എന്നില്ല ആര് പറയുന്നത്. തിയേറ്ററിൽ ഭയങ്കര ചിരി ഉണ്ടാക്കുകയും ഇന്നും എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ചില സിനിമയിൽ എങ്ങനെയാണ് സാന്ദർഭികമായിട്ട് ചില സാധനങ്ങൾ വന്നു വീഴും, അത് പിന്നീട് ആൾക്കാർ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യും. ഇത് ടോട്ടലായിട്ട് ആ സിനിമയുടെ ഒരു ഇതിൽ നമുക്ക് ഓർക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലെ പാട്ടുകളാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളുള്ളൊരു സിനിമയാണ് അയാൾക്കഥ എഴുതുകയാണ്. അത് രവീന്ദ്രൻ മാഷും കൈതപ്പുറവും കൂടിയാണ് അതിൻ്റെ പാട്ടുകൾ ചെയ്തത്. കുറേ സിനിമകളുണ്ട് രവീന്ദ്രൻ മാഷ് ചെയ്തിട്ടുണ്ട്, ഇതിലും അങ്ങനെ തന്നെയായിരുന്നു പാട്ടുണ്ടായത്. അപ്പോൾ അതിൽ ഈ മാനേ എന്നുള്ള പാട്ടുണ്ടല്ലോ, മാനേ എന്നുള്ള പാട്ട് ശരിക്കും ക്ലാസിക്കൽ സോങ്ങാണ്. അപ്പോൾ ഈ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ സിറ്റുവേഷൻ രവീന്ദ്രൻ മാഷോട് പറഞ്ഞത്, ഈ പെണ്ണിനെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്ന എന്താ പറയുക, ഈ ലാലും ശ്രീനിവാസനും കൂടി വെള്ളം അടിച്ചിട്ട് ലാലി എന്നിട്ട് ഈ പെണ്ണിനെ ശല്യപ്പെടുത്തുന്നൊരു പാട്ടാണ് സിറ്റുവേഷൻ. അപ്പോൾ മാഷ് ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാനേ എന്നുള്ള ട്യൂൺ ഇട്ട്, അപ്പോൾ ഈ ക്ലാസിക്കൽ ട്യൂൺ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാഷ് ഇതൊരു കളിയാക്കുന്ന സിറ്റുവേഷനാണ്, നമുക്ക് ഈ ഒരു ക്ലാസിക്കൽ സോങ് പറ്റുമോ? അല്ല കമല, ഇത് നല്ല ട്യൂണാണ്, ഇത് പെട്ടെന്ന് ആൾക്കാരിലേക്ക് കിട്ടും, നമുക്കത് ക്ലാസിക്കലാണെങ്കിലും അതിനെ തമാശ രീതിയിലേക്ക് ആക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ട്യൂൺ ചെയ്യും. അപ്പോൾ കൈതപ്പുറം ഉണ്ട്, കൈതപ്പുറം എന്തായാലും എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാനയെന്ന് പറഞ്ഞ് തുടങ്ങുന്നത് കൈതപ്പുറം എഴുതി കഴിഞ്ഞപ്പോൾ കൈതപ്പുറം പറഞ്ഞ് നമുക്കൊരു ഹ്യൂമർ ലൈനിൽ തന്നെ അതിനെ പിടിക്കാം, സംഗതി നല്ല ലിറിക്കാണെങ്കിൽ പോലും അത് ഹ്യൂമർ ലൈനിലേക്ക് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി. പക്ഷേ ആ പാട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഹ്യൂമറൊന്നും തോന്നില്ല, കാരണം നല്ല ക്ലാസിക്കൽ സോങ്ങാണ്, ദാസേട്ടൻ അതിമനോഹരമായിട്ട് പാടിയാണ്. ഇത് നമ്മൾ ഷൂട്ടിങ്ങിൽ വന്ന് മോഹൻലാൽ അഭിനയിക്കണം, സോങ് ഇട്ടു കഴിഞ്ഞപ്പോൾ ലാലും ഇതേ സംശയം എന്നോട് ചോദിച്ചു, അല്ല ഇത് ഇങ്ങനെ കളിയാക്കുന്നൊരു പാട്ടല്ല, അപ്പോൾ ഒരു ഫണ്ണി പാട്ടല്ലേ വേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് അങ്ങനെ ഇട്ടു, നമുക്കും ആദ്യം എനിക്കിന്ന് ഇത് ഡൗട്ട് തോന്നിയിരുന്നു, പക്ഷേ രവീന്ദ്രൻ മാഷ് ഇതിൽ രസമുള്ള ട്യൂണാണെന്നുള്ള ഇതിൽ ഉറച്ചു നിന്നു. ഞാൻ പറയുന്നത് നമുക്കിത് ഷൂട്ട് ചെയ്യാം, നമുക്ക് വേറെ രീതിയിൽ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ മാനിനെ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ലാല് പറഞ്ഞ് മാൻ്റെ അങ്ങനെ ലാല് കൈ വെച്ചിട്ട് ഷാഡോയിൽ ഇങ്ങനെ കൈ കൊണ്ട് മാനിനെ ഉണ്ടാക്കിയിട്ട് ലാല് പിന്നെ ആ പാട്ടിൽ മുഴുവൻ ചെയ്യുന്നത്, ആ പാട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഇങ്ങനെ മാനിനെ ഇങ്ങനെ കാണിച്ചിട്ട്
അത് വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോയി ഒരു പ്രണയഗാനം കോമഡി ആയിട്ട് പോകുന്ന രീതിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലാലിൻ്റെ ഒരു പെർഫോമൻസും ഒപ്പം ശ്രീനിയുടെ കുറേ സംഭവങ്ങളായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ 3-4 ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്രാക്കിൽ വീണു. നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പാട്ട് എടുത്തു. അപ്പോൾ ഒരു ക്ലാസിക്കൽ സോങ് അതൊരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് എപ്പോഴോട് എനിക്ക് തോന്നുന്നത് രവീന്ദ്രൻ മാഷും ഞാനും ദാസേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ദാസേട്ടനായിട്ട് ഇങ്ങനെ പാട്ടുകൾ, അപ്പോൾ ദാസേട്ടൻ സ്റ്റേജിൽ പാടേണ്ട പാട്ടുകളാണ്. അപ്പോൾ ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ മാഷ് ഈ മാനേന്നുള്ള പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ക്ലാസിക്കൽ സോങ്ങാണ് നമ്മൾ. അപ്പോൾ ഉടനെ ദാസേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതിപ്പോൾ ആ സോങ് തമാശയായിട്ട് എടുത്ത് ഞാനത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കച്ചേരിക്കൊക്കെ പാടണ അല്ലെങ്കിൽ ഒരു സ്റ്റേജിലൊരു ഗായകനിരുന്ന് പാടുകയാണെന്നല്ലേ ഞാൻ ധരിച്ചത്. അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കോമഡി ആയിട്ട് ആ പാട്ട് പാടുമായിരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലാണ്ട് തന്നെ ഉണ്ട് ദാസേട്ടൻ ആ പാട്ടിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസേട്ടനൊക്കെ അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണല്ലോ. അതിലെ പിന്നെ അതുപോലെ കുപ്പിവെള്ള കിലിങ്ങളല്ലോ, അതും പ്രണയഗാനമാണ്. പക്ഷേ അത് നമ്മൾ ഹ്യൂമറസ് ആയിട്ടാണ് അതിനകത്ത് ചിത്രീകരിച്ചത്. മറ്റൊരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ നിദ്ര എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അത് വളരെ മെലഡി സോങ് ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്യൂൺ ഉണ്ടായിരുന്നപ്പോൾ രവീന്ദ്രൻ മാഷ് പറഞ്ഞു, തിരുമേനി എഴുതിയിട്ട് ഞാനതിന് ട്യൂൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തിരുമേനി പാട്ട് എഴുതി. അപ്പോൾ രവീന്ദ്രൻ മാഷ് വേറൊരു പടത്തിൻ്റെ എന്തോ വർക്കൊക്കെ ആയിട്ട് അദ്ദേഹം മദ്രാസിൽ റെക്കോർഡിംഗ് ആണ്, അതിന് പോയി. ഞാൻ ഫോണിൽ കൂടിയാണ് ഈ വരികൾ മാഷക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മാഷ് അത് എഴുതിയെടുത്തിട്ട് രാത്രി 12 മണിക്കെങ്ങാണ്ടാണ് രാത്രി എന്നെ വിളിച്ചിട്ട് മാഷ് പറഞ്ഞ്, കമല ഈ വരിക്ക് ഞാനൊരു ട്യൂൺ ഇട്ടിട്ടുണ്ട്, ഞാനത് പാടി കേൾപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ മാഷ് ഫോണിൽ കൂടി പാടി കേൾപ്പിക്കുക. അതാണ് ഏതോ നിദ്ര എന്നുള്ള പാട്ട്. ട്യൂൺ കേട്ട ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ഇത് പിടിച്ചാൽ മതി മാഷേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് നല്ല ഹിറ്റായി. അങ്ങനെ അതിലെല്ലാ പാട്ടുകളും എന്നെ സംബന്ധിച്ചോളം വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോഴും ആൾക്കാർ പറയുന്ന പാട്ടുകളിൽ എൻ്റെ സിനിമകളിലെ പ്രിയപ്പെട്ട പാട്ടുകളിൽപ്പെട്ട ഒരു സംഭവമാണത്. ഈ ഒരുപാട് സിറ്റുവേഷൻസ് ഇങ്ങനെ കോമഡിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൽ കൂട്ടിച്ചേർക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇതിൽ ശ്രീനിവാസൻ്റെ ക്യാരക്ടറിനോട് മോഹൻലാലിൻ്റെ ക്യാരക്ടർ സാഗർ കോട്ടപ്പുറം അയാൾ എഴുതുന്ന നോവലിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് പേര് വേണം, എന്താ പേര് നോവലിന്. ഞാനൊരു നോവൽ എഴുതാൻ തീരുമാനിച്ചു എന്ന് അതിൽ ലാല് പറഞ്ഞു ഇവളായിരിക്കും അതിലെ പ്രധാന കഥാപാത്രം. ഞാൻ നോവലിന് പേരിട്ടിട്ടുണ്ട് ഗസറ്റഡ് യക്ഷി എന്നാണ് ലാല ആ പേര് പറയുന്നത്. ആ പേര് തന്നെ ഭയങ്കര രസമായിട്ട് ആൾക്കാർ എടുത്തൊരു പേരാണ്. അവളാണ് എൻ്റെ കഥയിലെ നായിക എന്ന് പറഞ്ഞിട്ട് പറയും, നീയാണ് എൻ്റെ കഥയിലെ നായകൻ എന്ന് ശ്രീനിവാസനോട് പറയും. അപ്പം ഞാനോ നായകൻ? അങ്ങനെ പറയും, എൻ്റെ നായകൻ നീയാണ്, ഈ നായകന് സൗന്ദര്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസനെ തന്നെ എഴുതുന്ന ഡയലോഗാണത്. അപ്പോൾ ശ്രീനിവാസൻ ആ കാലത്തൊക്കെ എല്ലാ സിനിമയിലും മിക്കവാറും സ്വയം ട്രോളുന്ന ഒരാളാണല്ലോ. അപ്പോൾ അങ്ങനെ അത് പറയുന്നു. ഈ കഥയിൽ മറ്റൊരു ഇതുണ്ട്, അത് ഞാനാണ്, യഥാർത്ഥ നായകൻ പിന്നെ വരും എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നത് അത് പള്ളി പറഞ്ഞാൽ മതി, അങ്ങനെ നീ വരേണ്ട കാര്യമില്ല, നീ ഇതിൽ നായകനില്ല, ഞാനാണ് നായകൻ എന്നുണ്ട്, ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് ഇവർ അതിനു വേണ്ടി തല്ലു പിടിക്കുന്ന ഒരു തന്നെ അത് പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ വഴക്കാവുന്ന ഒരു സംഭവങ്ങളും കൂടി വരുന്നത്. അങ്ങനെ സാഗർ കോട്ടപ്പുറം എഴുതുന്ന നോവലിലെ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ സ്ക്രീനിൽ അവരെ കാണിക്കുന്നുണ്ട്. പിന്നീട് മോഹൻലാൽ ശ്രീനിവാസൻ്റെ അടുത്ത് വരുന്നു, ഈ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നതൊക്കെ സീക്വൻസൊക്കെ നമ്മൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മോഹൻലാൽ, ശ്രീനി, ഇന്നസെൻ്റ് അങ്ങനെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ട്. മറ്റ് ചില ക്യാരക്ടേഴ്സ് അഭിനയിച്ചു. ഇപ്പോൾ പ്രധാനപ്പെട്ട നായികയായിട്ട് അഭിനയിച്ചത് നന്ദിനിയാണ്. നന്ദിനി ഏപ്രിൽ 19 എന്ന് പറയുന്ന സിനിമയിൽ കഴിഞ്ഞതിന് ശേഷമാണ് അയാൾക്ക് അത് എഴുതുകളിൽ വരുന്നത്. അതിനുശേഷം പിന്നെ കുറേ സിനിമകളിൽ വന്നു അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു എന്താ പറയുക ഹെവി വെയ്റ്റ് ക്യാരക്ടറാണിത്. കാരണം ആദ്യം ഭയങ്കര ഗൗരവത്തിലൊക്കെ അവരിങ്ങനെ പെരുമാറുന്നു, എന്താ പറയുക തഹസിൽദാരുടെ എല്ലാ അഹങ്കാരത്തോടു കൂടി വരുന്ന ഒരു കഥാപാത്രം. പിന്നീട് അവരുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്നുള്ളത് ബോധ്യപ്പെടുമ്പോൾ അവരനുഭവിച്ചിട്ടുള്ള അവർ കടന്നുപോയൊരു ട്രോമയിൽ അതിൻ്റെ മാനസിക സംഘർഷങ്ങളൊക്കെ പേറുന്ന ഒരു കഥാപാത്രമായിട്ടാണ് സ്ത്രീ വരുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും പറയണമെങ്കിൽ ഈ ക്യാരക്ടർ ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അയ്യോ ഇത് ഭയങ്കര ഇതാണല്ലോ, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്ക് ഭാഷ അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മൾ ഡയലോഗൊക്കെ നിങ്ങൾക്ക് പഠിച്ച് പറയാൻ പറ്റും. പക്ഷേ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ട്രാക്കിൽ വീണു. ആദ്യം 2-3 ദിവസം കുറച്ച് പ്രയാസമായിരുന്നു അവരെ വെച്ച് അഭിനയിപ്പിക്കാനായിട്ട്, കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു എക്സ്പ്രഷൻസൊക്കെയാണ് ഈ നന്ദിനിയുടെ മുഖത്ത് നിന്ന് ആദ്യം വന്നുകൊണ്ടിരുന്നിരുന്നത്. ഒട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ ഞാനിവരെ മാറ്റേണ്ടി വരുമോ എന്ന് വരെ ഭയപ്പെട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് അവർ ട്രാക്കിലേക്ക് വരികയും അവർ ക്യാരക്ടർ ആവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുളപ്പുള്ളി ലീല അഭിനയിച്ച ക്യാരക്ടറാണ്. ഈ കുളപ്പുള്ളി ലീലയെ ഞങ്ങൾ സെലക്ട് ചെയ്തതിന് ഒരു കഥയുണ്ട്. അതായത് ഞങ്ങൾ ചാലക്കുടിയിൽ ഞാനും ശ്രീനിവാസനും ഇതിൻ്റെ തിരക്കഥ എഴുതുന്ന സമയത്ത് ശ്രീനിവാസൻ്റെ ഒരു സുഹൃത്തുണ്ട്, പഴയ നാടക നടനൊക്കെയാണ്.
അദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത അദ്ദേഹം പ്രധാന റോൾ അഭിനയിക്കുന്ന ഒരു നാടകമാണ്. ആ നാടകം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശ്രീനിവാസനും ഞാനും ചെല്ലണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ്, ആ നാടകത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസാണത്. അങ്ങനെ ചാലക്കുടിയിൽ ഞങ്ങൾ ചെല്ലുന്നു, ഈ നാടകം കാണുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നാടകം കാണുന്നു. ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കുളപ്പുള്ളി ലീല അതിൽ പ്രധാനപ്പെട്ടൊരു വേഷത്തിൽ ഹ്യൂമറും ഭയങ്കരമായിട്ട് നിറഞ്ഞാടാന്ന് പറയില്ലേ, മറ്റേ തിയേറ്ററിൽ നാടകത്തിൽ നിറഞ്ഞാടുന്നൊരു കഥാപാത്രത്തെയാണ് ഈ കുളപ്പുള്ളി ലീല അവതരിപ്പിച്ചത്. വളരെ പൊക്കം കുറഞ്ഞിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനും ശ്രീനിയും പറഞ്ഞിട്ട് ഇവർ കൊള്ളാലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നാടകം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഡയറക്ടറെ വിളിച്ചിട്ട്, ശ്രീനിയുടെ ഫ്രണ്ടാണ്, വിളിച്ചിട്ട് പറഞ്ഞു അവരാരാണ് ആർട്ടിസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുളപ്പുള്ളി ലീലയാണ്. അപ്പോൾ അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, നാടകത്തിലാണ് അഭിനയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ വിളിപ്പിച്ചു. ഞങ്ങൾ അപ്പോൾ തന്നെ വിളിപ്പിച്ച് ഇവർ ഭയങ്കര സന്തോഷത്തിൽ സ്നേഹത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു സാറേ നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു വരാം. 3-4 ദിവസം കഴിഞ്ഞ് പ്രൊഡക്ഷൻ കൺട്രോളറെ കൊണ്ട് നമ്മളിവരെ വിളിപ്പിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവർ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവർ എങ്ങനെയാണ് എന്നറിയില്ല, ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ലൊക്കേഷനിൽ വന്നു. ഇവർ അഭിനയിച്ചു. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴും അവർക്ക് ആദ്യം ക്യാമറയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് പരിഭ്രമിക്കുമെന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു തോന്നൽ. പക്ഷേ ഒറ്റ ഷോട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർ പെട്ടെന്ന് ട്രാക്കിൽ വീണ് ആ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് ആ സിനിമയിൽ വെച്ചതിൻ്റെ ആ സിനിമ കൂടെ തന്നെ അവർ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് അവർ ഒരുപാട് സിനിമകളിൽ വന്നു. പിന്നെ കൃഷ്ണ അഭിനയിച്ച ഒരു ക്യാരക്ടറുണ്ട്. കൃഷ്ണ നമുക്കറിയാം, ആ കാലത്തൊക്കെ ചില സിനിമകളിൽ നായകനായിട്ടും പിന്നീട് സപ്പോർട്ടിങ് ആക്ടറൊക്കെ ആയിട്ട് കുറേ സിനിമയിൽ വന്നു. ഇതിൽ ഈ നന്ദിനിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കഥയിൽ വരുന്ന ഒരു കഥാപാത്രമാണ്. കൃഷ്ണ വളരെ നന്നായിട്ട് അതിൻ്റെ ഇതനുസരിച്ച് ആ ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ വേഷങ്ങൾ, ഇപ്പോൾ നേരത്തെ ഞാൻ സാലു കൂറ്റനാടിൻ്റെ കാര്യം പറഞ്ഞു, ഈ ഡ്രൈവറായിട്ട് വരുന്ന അത്. പിന്നെ ജെയിംസ് അഭിനയിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. ഇങ്ങനെ കുറേ ആക്ടേഴ്സൊക്കെ അതിൽ എല്ലാവരും ചെറിയ വേഷം ചെയ്യുന്നവർ പോലും വളരെയധികം ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് അയാൾ കഥ എഴുതുകയാണ്.